ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപം പരാമർശിച്ച് പ്രധാനമന്ത്രി ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് മതേതര സിവിൽ നിയമം നടപ്പാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ബംഗ്ലാദേശ് വിഷയവും പ്രധാനമന്ത്രി പരാമർശിച്ചു. അയൽ രാജ്യത്തെ സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നതാണ്. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം. ബംഗ്ലാദേശുമായി മികച്ച ബന്ധമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. അവിടുത്തെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. मैं आशा करता हूं कि वहां पर हालात जल्द ही सामान्य होंगे, खास करके 140 करोड़ देशवासियों की चिंता कि वहां हिंदू, वहां के अल्पसंख्यक, उस समुदाय की सुरक्षा सुनिश्चित हो। भारत हमेशा चाहता है कि हमारे पड़ोसी देश सुख और शांति के मार्ग पर चले। शांति के प्रति हमारा कमिटमेंट है, हमारे संस्कार है। हम आने वाले दिनों में बांग्लादेश की विकास यात्रा में हमेशा हमारा शुभचिंतन ही रहेगा. രാജ്യത്തുടൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന സന്ദേശവും പ്രധാനമന്ത്രി നൽകി. ഭാരതം പോലെ ഒരു രാജ്യത്ത് മതേതര സിവിൽ കോഡാണ് ആവശ്യം. മത സിവിൽ കോഡ് അല്ല വേണ്ടതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. जो कानून धर्म के आधार पर देश को बांटते, जो ऊंच नीच का कारण बन जाते हैं, ऐसे कानूनों को आधुनिक समाज में कोई स्थान नहीं हो सकता है. और इसलिए मैं तो कहूंगा, अब समय की मांग है कि देश में एक सेकुलर सिविल कोड हो. हमने कम्युनल सिविल कोड में 75 साल बिताए हैं. अब हमें सेक्युलर सिविल कोड की तरफ जाना होगा और तब जाकर के देश में धर्म के आधार पर जो भेदभाव हो रहे हैं, सामान्य नागरिक को जो दूरी महसूस होती है, उससे हमें मुक्ति मिलेगी. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തോട് എല്ലാ ജനങ്ങളും യോജിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് തുടർച്ചയായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഭരണനിർവഹണത്തെയും വികസന പദ്ധതികളെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.